എല്ലാവർക്കും നമസ്കാരം. ഷാജി കൈലാസിന്റെ വരവ് പ്രതീക്ഷിക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറച്ചായി. ഇന്ന് സിനിമ റിലീസായിരിക്കുകയാണ്. ജോജു ജോർജിന്റെയും ഷാജി കൈലാസിന്റെയും കോമ്പിനേഷനിൽ ഉണ്ടാകുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ട്രെയിലർ കണ്ടപ്പോൾ നല്ലൊരു ധാരണ കിട്ടി സിനിമ എങ്ങനെയായിരിക്കുമെന്ന്. അപ്പോൾ കണ്ടുകളയാം. കുട്ടിക്കാലത്തൊക്കെ ഷാജി കൈലാസ് ജോഷി ഇതുപോലുള്ള ഷാജി കൈലാസ് ജോഷി ചിത്രങ്ങൾ കണ്ട് വളർന്നവരാണ് നമ്മൾ. അപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സിനിമയായി തോന്നി അതിന്റെ ആ ഒരു സ്റ്റൈൽ കണ്ടിട്ട്. ഒരു കൂട്ടം താരങ്ങളെ നിരത്തിക്കൊണ്ട് നമ്മളെ ഷാജി കൈലാസ് വീണ്ടും ഒരു സിനിമ ഇറക്കിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ രണ്ടാം വരവിൽ ഉണ്ടാക്കിയ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് അത്ര തൃപ്തി തന്ന സിനിമകളല്ല. എങ്കിലും ആ ട്രെയിലറിൽ കണ്ട ഒരു ഒരു സംഭവം വെച്ചിട്ട് അത് എങ്ങനെ ഇരിക്കും, വെറുതെ ആക്ഷൻ എങ്കിലും കാണാം, പിന്നെ നല്ല വർക്കാണെന്നൊക്കെ തോന്നി. ആ ഒരു പ്രതീക്ഷയിൽ, പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ലെങ്കിലും ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്ന് കരുതി കാണാൻ പോയി. അങ്ങനെ നോക്കിയാൽ ജോജു ജോർജ് പ്രധാന കഥാപാത്രം, പിന്നെ നമ്മളെ സുകന്യയുണ്ട്, ബൈജു ഉണ്ട്, ബാബുരാജ്, വാണി വിശ്വനാഥ്. അത് മാത്രമല്ല ഒരു കൂട്ടം താരങ്ങളെ നിരത്തിക്കൊണ്ട് ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരുക്കിയ ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. ഒരു കൊച്ചു സിനിമ പ്രതീക്ഷ പോയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചാൽ അത്ര ചെറിയൊരു ക്യാൻവാസിലല്ല. സിനിമ കുറച്ച് ഗ്രാൻഡ് സിനിമയാണ്. സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സിനിമ ഒട്ടും ബോറടിക്കാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. കഥയും മറ്റു കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ, കഥയും അതിൻ്റെ അകത്തുള്ള കണ്ടന്റും നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ 1990 മുതൽ 2010 വരെ പതിവായി ഇത്തരം സിനിമകളിൽ കാണുന്ന ഷാജി കൈലാസിന്റെയും ജോഷിയുടെയും ഒക്കെ ഇത്തരം ഒരു ആക്ഷൻ ത്രില്ലർ, മാസ് ആക്ഷൻ ത്രില്ലറിലൊക്കെ കാണുന്ന ഒരു പാറ്റേൺ കഥയാണ്. കഥയിലൊന്നും വലിയ പുതുമയൊന്നും അർഹിക്കുന്നില്ല. പക്ഷേ അതിന്റെ മേക്കിംഗ് സ്റ്റൈല് വളരെ രസകരമായ രീതിയിൽ AK സാജൻ അതിന്റെ തിരക്കഥ എഴുതിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നി. പിന്നെ ഇദ്ദേഹത്തിന്റെ സംവിധാനം കൂടെ ആകുമ്പോൾ ആ പടം നല്ല ഒരു കൊഴുപ്പ് ഫീൽ ചെയ്തു. മൊത്തത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒട്ടും ബോറടിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് സിനിമ. അതുകൊണ്ട് ടിക്കറ്റ് എടുത്ത് കയറി ഇതാണ് എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ തിയേറ്ററിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ സത്യം പറയാണ്, ഒരു തരത്തിലും സിനിമ ബോറടിക്കുന്ന നിമിഷങ്ങളില്ല. ഈ ഇവന്റ്ഫുൾ ആണ്. അതായത് സംഭവത്തിന് പിന്നാലെ സംഭവങ്ങളായി ഇങ്ങനെ നിരന്ന് പോകുന്ന രീതിയിലുള്ള ഒരു തരം ഒരു കഥയാണ്. കഥയിൽ എന്നല്ല, പേര് പോലെ തന്നെ വരവ്, അതായത് ട്രെയിലറിൽ തന്നെ ഏതാണ്ട് കഥയൊക്കെ നമുക്ക് ഒരു ധാരണ കിട്ടും. പരോളിൽ ഇറങ്ങുന്ന നായകൻ 10 ദിവസത്തിനുള്ളിൽ തൻ്റെ നാട്ടിൽ കുറച്ച് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. ആ ഒരു വരവിന്റെ ഉദ്ദേശത്തിന്റെയും കഥയാണ്. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര രസകരമാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഷാജി കൈലാസ് നമ്മുടെ പണ്ടുകാലത്ത് നമ്മൾ കാണുന്ന മേജർ നടന്മാരാണ് ഇതിൻ്റെ അകത്ത് കൂടുതലുള്ളത്. ചെറുപ്പക്കാരായ നടന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ അർജുൻ അശോകൻ മാത്രമേ ചെറുപ്പം എന്ന് പറയാനുള്ളൂ. പിന്നെ സാനിയ അയ്യപ്പൻ, ആരും വലിയ റോളൊന്നുമല്ല ചെയ്യുന്നത്. എങ്കിലും അവരുടെ റോളുകൾ മാത്രമേ ഇത്തിരി ചെറുപ്പം എന്നുള്ളൂ. ബാക്കി എല്ലാവരും നമ്മളെ മേജർ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. ജോജു ജോർജ് നായകൻ. ജോജു ജോർജ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ജോജു ജോർജിന്റെ ആക്ഷൻ രംഗങ്ങളാണ്. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആക്ഷൻ സീൻസ് ആണ്. ബോറടിക്കാത്ത തിരക്കഥ. പിന്നെ ഏറ്റവും വലിയ കാണാൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ആക്ഷൻ തന്നെയാണ്. ട്രെയിലർ കണ്ടപ്പോൾ ഏറ്റവും ഇംപ്രസീവ് ആയിട്ട് തോന്നിയ കാര്യം തന്നെയാണ് ആക്ഷൻ. ഈ സിനിമയിലെയും ഏറ്റവും വലിയ പ്രത്യേകത ആക്ഷൻ തന്നെയാണ്. സൂപ്പർ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. അതൊരു തമിഴ് സിനിമയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളാണ്. രോമാഞ്ചം തരുന്ന നിമിഷങ്ങളാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു 15 മിനിറ്റിന് അതൊരു 2 സ്റ്റണ്ട് ഉണ്ട്. അത് 2 ഉഗ്രൻ സ്റ്റണ്ടുകളാണ്. വെറും സ്റ്റണ്ടിന് വേണ്ടി എടുത്തൊരു സിനിമയും അല്ല. അതിൻ്റെ അകത്ത് ആവശ്യത്തിന് കണ്ടന്റും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതും ഒരിതാണ്. പിന്നെ നമുക്കൊരു കലാപരമായി അളക്കാനോ കുറിക്കാനോ പറ്റുന്ന ഒരു കഥയല്ല ഇത്. ഒരു ജസ്റ്റ് ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാം എന്നും പറഞ്ഞ് ഈ ബ്ലണ്ടറുകളൊന്നും ഒരുപാടില്ല. എങ്കിലും ഈ പറഞ്ഞ പോലെ പ്രതികാരം, പകവീട്ടൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ കഥ അങ്ങോട്ട് പോകുന്തോറും എൻഡ് ഭാഗത്തൊക്കെ കുറച്ച് വയലൻസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും ഒത്തൊരുമിച്ച് വന്നിട്ടുണ്ട്. ജോജു ജോർജിന്റെ ആ ഒരു ആക്ഷൻ സീൻസ്, ഞാൻ അത് പറഞ്ഞു വന്നതാണ്. ആക്ഷൻ സീൻസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഫിഗറും അദ്ദേഹത്തിന്റെ ആ മുഖഭാവവും അദ്ദേഹത്തിന്റെ ആ നോട്ടവും പിന്നെ നല്ല ഹൈ പവർ ഇടിയും കൂടെ ആകുമ്പോൾ നല്ല പഞ്ച് കിട്ടുന്ന ആക്ഷൻ സീൻസ് ആണ്. ആർക്കും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ സീനുകൾ ചെയ്തു തീർക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. നല്ല കാസ്റ്റിംഗ് ആണ് ജോജു ജോർജ്. പിന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വൃത്തികേടായിട്ട് അഭിനയിച്ച ഒരാളുണ്ട് എനിക്ക് തോന്നി സിനിമയിൽ ഏറ്റവും ബെസ്റ്റായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഗുമ്മുണ്ട്. അത് പതിവായിട്ട് കഴിഞ്ഞ 3-4 സിനിമകളിലൂടെ അദ്ദേഹം ഒരു കഥാകൃത്തിനപ്പുറം നല്ലൊരു അഭിനേതാവാണ് എന്ന് കൂടെ തെളിയിച്ചിരിക്കുകയാണ്. വേറെ ആരുമല്ല,
മുരളി ഗോപി തന്നെയാണ്. മുരളി ഗോപിയുടെ ഉഗ്രൻ വില്ലൻ കഥാപാത്രമാണ്. അദ്ദേഹം എന്ന് പറയുന്ന ഓരോ ഡയലോഗിനും ഒരു പവറുണ്ട്. അത് ബാക്കിയുള്ളവരെക്കാൾ ഒരു പടി മുകളിലാണ് ഇദ്ദേഹത്തിന്റെ ഡയലോഗുകൾ ഇദ്ദേഹം തന്നെയാണോ എഴുതിയത് എന്നൊരു സംശയം കൂടെ എനിക്ക് തോന്നി. എന്തായാലും മുരളി ഗോപിയാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ, പെർഫോമൻസ് എല്ലാം. പിന്നെ ഏറ്റവും മോശം പെർഫോമൻസ് ആരെന്ന് പറഞ്ഞാൽ വേറെ ആരുമല്ല, സുകന്യ തന്നെയാണ്. സുകന്യയുണ്ട്. സുകന്യയുടെ ആ ഒരു നാടകീയ അഭിനയം കുറച്ച് കല്ലുകടി ഫീൽ ചെയ്തു. അതൊക്കെ നമുക്ക് കളയാം. ജസ്റ്റ് സിനിമ നല്ലൊരു എന്റർടൈനറാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ വർക്ക് ഭയങ്കരമാണ്. കിടിലൻ ക്യാമറ വർക്കാണ്. നല്ല സൂപ്പർ ചേസ് സീനുകളുണ്ട്. വെറും അടിപിടി മാത്രമല്ല, നല്ല ചേസ് സീനുകളുണ്ട്. അതെല്ലാം നല്ല ഗ്രാൻഡായിട്ട് എടുത്തിട്ടുണ്ട്. VFX ഒക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഫീൽ നമുക്ക് തോന്നുകയില്ല. സ്റ്റണ്ട് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ട്വിസ്റ്റുകളുണ്ട്, സംഭവങ്ങളുണ്ട്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു വിധത്തിലും ബോറടിക്കാതെ നീങ്ങുന്ന ഒരു സിനിമ എന്നുള്ള കേസിൽ വരവ് വിജയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. എനിക്ക് തൃപ്തി തന്ന ഒരു എന്റർടൈനർ തന്നെയാണ്. ഒരു ഷാജി കൈലാസ് ചിത്രം ആണ് കാണുന്നത് എന്നുള്ള ഒരു ചിന്തയോടുകൂടി ആ സിനിമയെ സമീപിച്ചാൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് വരവ്.